കഴിയാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഇപ്പോൾ തന്നെ 16 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തന്നെ ഒരു ചെറിയ സന്തോഷമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനെക്കാട്ടി സന്തോഷം വരാൻ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളിപ്പോൾ ചില ടൈമിൽ വീഡിയോസൊന്നും ഇടാറില്ല. കാരണം എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പനിയാണ്. അതുകൊണ്ട് ഞാൻ സ്കൂളിലോട്ടും അങ്ങനെ പോയിട്ടില്ല. വേഗമായിട്ട് ഞാൻ ലീവായിരുന്നു സ്കൂളിലോട്ട്. നാളെ ഞാൻ സ്കൂളിലോട്ട് പോകും. അപ്പോൾ സ്കൂളിലോട്ട് പോകുന്ന ദിവസങ്ങളൊക്കെ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസുകൾ ഇടും. പിന്നെ ഇപ്പോൾ ഞാൻ ടൂറിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ ഇപ്പോൾ കുറച്ച് റീച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മൾ ചില ആൾക്കാരെ പേരൊക്കെ മാറ്റിയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ പേര് ഞാൻ ചില ടൈമിൽ പറയാറില്ല. മറന്നു പോകണ കാരണം എന്തേ പറയില്ല, പറയാതിരിക്കൂല. പറയാതിരിക്കൽ വെച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ആ വീഡിയോ കോൾ ആവശ്യം അങ്ങനെയൊക്കെയാണ് വിളിക്കുക. പിന്നെ ഒരാളുടെ പേര് മോട്ടു എന്നാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ പേരൊക്കെ മാറ്റും കേട്ടോ. അതേപോലെ തന്നെ ഒരാളുടെ പേരാണ് ഈ കരീസാത്ത. ചില തമ്മിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്, കരീസാത്ത സീനാത്ത എന്നൊക്കെ പറയുമ്പോൾ കേട്ടോ. അപ്പോൾ ഒക്കെ ക്ഷമിക്കുക. അപ്പോൾ വീഡിയോസ് കണ്ടിന്യൂ ആയി കാണുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. എല്ലാവർക്കും ടാറ്റാ. പിന്നെ നോമ്പൊക്കെ എടുക്കാറില്ലേ? എങ്ങനെയുണ്ട്?